നമ്മളെല്ലാവരും ധാരാളമായി കേൾക്കുന്ന ഒരു വാക്കാണല്ലേ ഈ കാസ്റ്റിംഗ് കൗച്ച്. കൂടുതലും സിനിമാ മേഖലയിൽ നിന്നാണ് നമ്മൾ ഈ വാക്കിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത്. സത്യത്തില് എന്താണ് ഈ കാസ്റ്റിംഗ് കൗച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു TV പ്രോഗ്രാമോ അല്ലെങ്കിൽ സിനിമ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയെ കാസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് പകരമായി ആ വ്യക്തിയോട് ലൈംഗിക ആനുകൂല്യങ്ങൾ ആവശ്യപ്പെടുന്നതിനെയാണ് കാസ്റ്റിംഗ് കൗച്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കാസ്റ്റിംഗ് കൗച്ച് എന്നത് സിനിമാ മേഖലയിലോ അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട മറ്റു മേഖലയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. മറ്റ് പല തൊഴിൽ മേഖലകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ കാസ്റ്റിംഗ് കൗച്ച് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ പലരും അത് തുറന്നു പറയുന്നില്ല എന്ന് മാത്രം. നമ്മൾ അനുഭവിക്കാത്ത എന്തും നമുക്ക് കഥകളാണ് എന്ന് പറയുന്നത് പോലെ വെറുതെ അങ്ങ് പറഞ്ഞു പോകുമ്പോൾ കാസ്റ്റിംഗ് കൗച്ച് എന്നതിന്റെ ഭീകരത എത്രത്തോളമാണെന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലാകണമെന്നില്ല. അതായത് ഒരു കാര്യം, അതിപ്പോ ജോലി തന്നെ ആകണമെന്നില്ല, അത് നമുക്ക് നൽകണമെങ്കിൽ നിങ്ങൾ ചില പ്രത്യേക താല്പര്യങ്ങൾക്ക് വഴങ്ങി തരേണ്ടി വരും. അതായത് നമ്മുടെ ശരീരത്തെയാണ് ഇതിൽ ഇൻഡയറക്ട്ലി ഡിമാൻഡ് ചെയ്യപ്പെടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ സിനിമാ മേഖലയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതൽ കേട്ടിരിക്കുന്നത്. ഒരുപാട് താരങ്ങൾ തങ്ങൾ നേരിട്ട ദുരനുഭവത്തെ കുറിച്ച് തുറന്നു പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ട്. അത്തരത്തിൽ വളരെ ശക്തമായി കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് തുറന്നടിച്ചിട്ടുള്ള നടിയാണ് പാർവതി തിരുവോത്ത്. മലയാളത്തിൽ മാത്രം ഒതുങ്ങാതെ അന്യഭാഷകളിലും കഴിവ് തെളിയിച്ച ഒരു നടി എന്ന നിലയിൽ പാർവതി പറഞ്ഞത് മറ്റൊരു ഭാഷയിൽ അഭിനയിച്ചപ്പോഴും ഇത്തരത്തിലൊരു ദുരനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല എന്നാണ്. അതിനെപ്പറ്റി പാർവതി പല അഭിമുഖത്തിലും പറഞ്ഞത് തന്നെ ശ്രദ്ധേയമായ കാര്യമാണ്. പാർവതി പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മളെ വിലപേശിക്കൊണ്ടാണ് ഇത്തരത്തിൽപ്പെട്ട ആളുകൾ നമ്മുടെ മുന്നിലേക്ക് ഒത്തിരി ഓഫറുകൾ വെക്കുന്നത്. അതെല്ലാം നമ്മൾ അംഗീകരിച്ചാൽ നമ്മൾ പിന്നെ മലയാള സിനിമയിലെ മുൻനിര നായികമാരിലേക്കുള്ള കുതിപ്പാണത്രേ. പക്ഷെ ഇത്തരം തുറന്നു പറച്ചിലിന് ശേഷം പാർവതി തിരുവോത്ത് എന്ന നടി ഒരു വശത്തേക്ക് ഒതുങ്ങിപ്പോയതാണ് നമ്മൾ കണ്ടത്. ഒതുങ്ങിപ്പോയതല്ല, ഒതുക്കപ്പെട്ടു എന്ന് പറയാം. ഇത് പാർവതി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്. ഇവിടെ ആലോചിക്കേണ്ടത് കലാപരമായ കാര്യങ്ങളോടൊപ്പം തന്നെ ഇത്തരം വിഷയങ്ങളും ഇവിടെ ഡിമാൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരിക്കൽ നടി ഹിമ ശങ്കർ സമാന രീതിയിൽ തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു. ഒരു ചിത്രത്തിന്റെ ഭാഗമായി നടിയെ സമീപിച്ച വ്യക്തി മുന്നോട്ട് വെച്ച ഒരു പാക്കേജ് എന്ന് പറയുമ്പോൾ അത് വെറും പണം മാത്രമല്ല, നല്ല വെയിറ്റ് ഉള്ളൊരു പേരുണ്ട് ഈ പാക്കേജിന്. ബെഡ് വിത്ത് ആക്ടിങ്. സംഗതി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതായത് നോർമൽ ആയിട്ട് അത് ചോദിക്കുന്ന രീതിയൊക്കെ മാറ്റിയിട്ട് ഈ ടൂർ പാക്കേജ് ഒക്കെ പോലെ പ്രത്യേക പാക്കേജ് ആക്കി അത് ഇറക്കിയിരിക്കുന്നു. ഈ വിഷയം തുറന്നു പറഞ്ഞ ഹിമയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങളായിരുന്നു അതിലും വലിയ അതിശയം ഉണ്ടാക്കിയത്. ചെറിയ വേഷങ്ങളാണെങ്കിൽ കൂടി ഗ്ലാമറസ് ആയിട്ടുള്ള വേഷങ്ങളൊക്കെ ചെയ്ത് ശ്രദ്ധേയയായ നടിയാണ് ഹിമ. അതുകൊണ്ട് തന്നെ ഇവള് മറ്റേ ടൈപ്പൊക്കെ ആയി അഭിനയിക്കുന്നവളാണ്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചോദിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇങ്ങനെയായിരുന്നു ഹിമയ്ക്കെതിരെ വന്ന കമന്റുകൾ. അല്ല, ഒന്ന് ചോദിക്കട്ടെ, എന്താണ് ഈ മറ്റേ ടൈപ്പ്? ആ പെൺകുട്ടി അവളുടെ ശരീരഘടനയിലും സൗന്ദര്യത്തിലുമൊക്കെ കോൺഫിഡന്റ് ആയതുകൊണ്ടാണല്ലോ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒക്കെ വരുന്നത്. അപ്പോ ആ വ്യക്തിക്ക് മറ്റേ ടൈപ്പ് എന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഈ ആളുകളൊക്കെ ഏത് ടൈപ്പിൽ പെടും? നടി ഗായത്രി സുരേഷ്, മാല പാർവതി, റിമ കല്ലിങ്കൽ ഇവരൊക്കെ കാസ്റ്റിംഗ് കൗച്ചിനെ പറ്റി തുറന്നടിച്ചിട്ടുള്ള നടികളാണ്. ഇങ്ങനെയുള്ള ഒരു ടോപ്പിക്ക് വരുമ്പോൾ സാധാരണയായി നടക്കുന്ന ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. അവൾ അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ ഇങ്ങനെ വന്നത്. ഇത്തരം അങ്ങനെ ഇങ്ങനെ വിഷയങ്ങളിലൂടെയുള്ള ന്യായീകരണം നമുക്ക് എത്ര നാൾ വേണമെങ്കിലും നടത്താം. ഈ ന്യായീകരണം നടത്തുന്ന മഹാന്മാരും മഹതികളും ഒന്നോർക്കുക, വെറും ശാരീരിക വിലപേശലിന്റെ പേരിൽ നടക്കുന്ന വാഗ്വാദങ്ങൾക്കാണ് നിങ്ങളും കൂട്ടു നിൽക്കുന്നത്. തൊഴിലിടമാണ്, സുരക്ഷയും അത്ര തന്നെ പ്രധാനവുമാണ്.